ഏപ്രിൽ 19 വോട്ടെടുപ്പ് നടക്കുന്ന ലക്ഷദ്വീപിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു. 4 സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരരംഗത്തുള്ളത്. ആരോഗ്യം, കപ്പൽ വ്യോമയാന ഗതാഗതം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ സുപ്രധാന മേഖലകളിലെ ആവശ്യങ്ങളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായും ലക്ഷദ്വീപിൽ ചർച്ചാ വിഷയം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് ലേഖകൻ അബ്ദുൽ സലാം. ഭാരതത്തിലെ ഏറ്റവും ചെറിയ ലോക്സഭാ നിയോജക മണ്ഡലമായ ലക്ഷദ്വീപിൽ സ്ഥാനാർത്ഥികളുടെ സൂക്ഷ്മ പരിശോധന പ്രക്രിയകൾ അവസാനിക്കുമ്പോൾ 4 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. NCP ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥിയായി നിലവിലെ MP മുഹമ്മദ് ഫൈസൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മുൻ MP അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ്, BJP പിന്തുണയോടെ NCP അജിത് പവാർ പക്ഷ NDA സ്ഥാനാർത്ഥിയായി കടമത്തുദ്വീപ് സ്വദേശി TP യൂസഫ്, കൂടാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കൽപ്പേനി ദ്വീപ് സ്വദേശി K കോയ എന്നീ 4 പേരാണ് ലക്ഷദ്വീപിൽ മത്സരരംഗത്തുള്ളത്. ലക്ഷദ്വീപിലെ പ്രബല പാർട്ടികളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും NCP ശരത് പവാർ പക്ഷവും തമ്മിലാണ് പ്രധാന മത്സരങ്ങൾ നടന്നുവരുന്നത്. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ലക്ഷദ്വീപ് ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ 29,278 പുരുഷന്മാരും 28,506 സ്ത്രീകളും ഉൾപ്പെടെ ആകെ 57,784 വോട്ടർമാരാണ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അന്ത്രോത്ത്, അമിനി, അഗത്തി, കവരത്തി, കൽപ്പേനി, കടമത്ത്, കിർത്തൻ, മിനിക്കോയ്, ചേത്രാത്ത്, ബിത്ര ഉൾപ്പെടെ 10 ദ്വീപുകളിലായി 55 പോളിംഗ് ബൂത്തുകളിലാണ് വോട്ടിംഗ് രേഖപ്പെടുത്തുക. ഓരോ ദ്വീപുകളിലുമെത്തി വീടുകൾ തോറും കയറിയിറങ്ങി വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ടാണ് ലക്ഷദ്വീപിൽ സ്ഥാനാർത്ഥികളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നത്.